Dear students, welcome to Learner's World. In this video, I'm going to talk about We Should All Be Feminists by Chimamanda Ngozi Adichie, FIUGP Semester 4, VSc Humanities and Other BA Programs, Calicut University. Summary of We Should All Be Feminists is an essay adapted from Chimamanda Ngozi Adichie's 2012 TED Talk. നമുക്ക് പഠിക്കാനുള്ള വി ഷുഡ് ബി ഓൾ ബി ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. ഇത് ചിമമണ്ട ngozi adichie 2012 ഒരു ടെഡ് ടോക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലേഖനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് എസ്സേ ഷീ സ്പീക്സ് അബൌട്ട് ജെൻഡർ ഇൻഇക്വാലിറ്റി ആൻഡ് എക്സ്പ്ലെയിൻസ് വൈ ഫെമിനിസം ഈസ് നെസസറി ഇൻ മോഡേൺ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു എസ്സേയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റി ലിംഗ അസമത്വത്തെക്കുറിച്ചിട്ടാണ്. ആൺ പെൺ വ്യത്യാസങ്ങൾ ഓരോ മേഖലയിലും സമൂഹത്തിലൊക്കെ കാണിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഫെമിനിസത്തിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഷീ യൂസസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഫ്രം ഹെർ ലൈഫ് ഇൻ നൈജീരിയ ടു ഷോ ഹൗ ഡീപ്ലി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇസ് റൂട്ടഡ് ഇൻ എവറിഡേ ലൈഫ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. നൈജീരിയയിലുണ്ടായിരുന്ന അവരുടെ ജീവിതം, അവിടെ എത്രത്തോളം ഈ ഒരു ലിംഗ വിവേചനം ഉണ്ടായിരുന്നു അവരുടെ നിത്യജീവിതത്തിൽ എന്നുള്ളത് കൂടെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. Adichie explains that society raises boys and girls differently from childhood. അപ്പോൾ അവർ പറയുന്നത് സമൂഹം ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയും കുട്ടിക്കാലം മുതലേ വേർതിരിച്ചാണ് കാണുന്നത്. ഗേൾസ് ആർ തോട്ട് ടു ബി ക്വയറ്റ്, പൊളൈറ്റ് ആൻഡ് ലെസ് അംബീഷ്യസ്. സമൂഹം ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നീ വളരെ സൗമ്യമായിട്ടിരിക്കണം, മാന്യമായി പെരുമാറണം, അധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. They are told they can succeed but not too much because too much success may threaten men. അപ്പോൾ അവർ സമൂഹം ഇങ്ങനെയുള്ള പെൺകുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, പക്ഷേ അധികമാവരുത് വിജയം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൂടുതൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുരുഷന്മാരെ ഭീഷണിപ്പെടുത്തും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഗേൾസ് ആർ ഓഫൺ തോട്ട് ദാറ്റ് മാരേജ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ദെയർ ലൈഫ്സ്. അവിടെ പെൺകുട്ടികൾ പഠിപ്പിക്കുന്നത് വിവാഹമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. They are expected to adjust, compromise and maintain peace in relationship even if it means sacrificing their dreams. അവർ ഒരു വിവാഹ ജീവിതം വന്നു കഴിഞ്ഞാൽ അവരാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും കോംപ്രമൈസ് ചെയ്യേണ്ടതും. അതുപോലെ ഒരു ബന്ധത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ടതൊക്കെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടെ അവരുടെ സ്വപ്നങ്ങൾ ത്യജിച്ചുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ളത് കൂടെ സമൂഹം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ബോയ്സ് ആർ റേസ്ഡ് വിത്ത് സ്ട്രിക്റ്റ് ഐഡിയാസ് ഓഫ് മാസ്കുലിനിറ്റി. അതേസമയം അവർ ആൺകുട്ടീനെ വളർത്തുന്നത് പുരുഷൻ്റെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ്. ദേ ആർ തോട്ട് നോട്ട് ടു ഷോ വീക്ക്നെസ്, ഫിയർ ഓർ ഇമോഷൻസ്. നീ ഒരു ആൺകുട്ടിയാണോ, നീ ഒരിക്കലും കരയാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ, നീ ഒരിക്കലും ദുർബലനാവാൻ പാടില്ല, പേടി കാണിക്കാനും നിൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനൊന്നും പാടില്ല. സൊസൈറ്റി എക്സ്പെക്ട് ദം ടു ബി സ്ട്രോങ് പ്രൊവൈഡേഴ്സ് ഹൂ പ്രൂവ് ദെയർ വർത്ത് ത്രൂ മണി ആൻഡ് പവർ. സമൂഹം ഒരു ആൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ്. വികാരങ്ങൾ പ്രകടിപ്പിക്കാത്ത, പേടി പ്രകടിപ്പിക്കാത്ത, ദുർബലനല്ലാത്ത, പണത്തിലും പവറിലും മാത്രം മൂല്യം കാണിക്കുന്ന ഒരു ആളായിട്ടാണ് സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദിസ് പ്രഷർ ക്രിയേറ്റ്സ് ഇമോഷണൽ സ്ട്രഗിൾസ് ആൻഡ് ഫ്രജൽ ഈഗോസ് ഇൻ മെൻ. അപ്പോൾ ഈ ഒരു പ്രഷർ, സമൂഹം ഒരു ആൺകുട്ടിയിൽ ചെലുത്തുന്ന ഈ ഒരു പ്രഷർ അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഇമോഷണൽ സ്ട്രഗിൾസ് അവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് അവർക്ക് ഒന്ന് കരയാൻ പോലും സമൂഹം അനുവദിക്കുന്നില്ല, അവരുടെ ഇമോഷൻസൊക്കെ ഉള്ളിൽ ഒതുക്കണം. അതുപോലെ പുരുഷന്മാരിൽ ഇതൊരു ഫ്രജൽ ഈഗോ ആയിട്ട് മാറുന്നുണ്ട്. അക്കോർഡിംഗ് ടു അഡിച്ചി, ദീസ് റിജിഡ് ജെൻഡർ റോൾസ് ഹാം ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ഈ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള
ഈ ഒരു ജെൻഡർ റോൾസ് ഒരേ സമയം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അത് ദോഷകരമാണ്. The essay also discusses how unmarried women are often judged negatively while unmarried men are not criticized in the same way. അതുപോലെ തന്നെ ഈ എസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം, അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾ, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, അവരെ സമൂഹം കുറച്ച് നെഗറ്റീവായിട്ടാണ്, മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ ജഡ്ജ് ചെയ്യുന്നത്. അതേസമയം തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ, വിവാഹം കഴിക്കാത്തൊരു പുരുഷനാണെങ്കിൽ അവരെ ആ രീതിയിലല്ല അവരെ വിമർശിക്കുന്നത്. വുമൺ സംടൈംസ് വെയർ വെഡ്ഡിങ് റിങ്സ് ടു ഗെയിൻ റെസ്പെക്റ്റ് അറ്റ് വർക്ക്. ചില സമയത്ത് ഈ സ്ത്രീകൾ വെഡ്ഡിങ് റിങ് അണിയാറുണ്ട്. ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ചില സമയത്ത് വെഡ്ഡിങ് റിങ് അണിയാറുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് സമൂഹത്തിൽ നിന്നൊരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അൺമാരീഡ് വുമൺ ആണെന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. Adichie points out that even the language of marriage often suggests ownership rather than partnership. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ എഴുത്തുകാർ പറയുന്നത്, മാരേജ്, വിവാഹം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്തത്തിൽ നിന്നും ഒരു ഓണർഷിപ്പിലേക്കുള്ള ഒന്നായിട്ടാണ് സമൂഹം കണക്കാക്കുന്നത്. ഒരു അധികാരം എന്നുള്ള ഒരു ടേമാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Women are usually expected to sacrifice more in marriage for the sake of peace. സ്ത്രീകൾ എപ്പോഴും കല്യാണത്തിൽ, വിവാഹത്തിൽ അവർ സ്വയം സാക്രിഫൈസ് ചെയ്യാണ്. അവരുടെ ഡ്രീംസൊക്കെ ത്യജിച്ചുകൊണ്ട്, അവരുടെ സ്വപ്നങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഒരു ബന്ധം നിലനിർത്താൻ അവരാണ് മുൻകൈ എടുക്കുന്നത്. സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. Adichie clarifies that feminism does not mean hating men or trying to make women superior. പിന്നീട് അടിച്ച് ഒന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട്, ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷന്മാരെ വെറുക്കുക എന്നല്ല, മറിച്ച് അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുൻപന്തിയിൽ നിൽക്കണം എന്നല്ല ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെമിനിസം സിംപ്ലി മീൻസ് ബിലീവിങ് ഇൻ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ, socially, politically, and economically. She argues that inequality continues because society normalizes it from a young age. ഫെമിനിസത്തിൻ്റെ ഒരു കറക്റ്റ് ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫെമിനിസം സിംപ്ലി മീൻസ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ, സോഷ്യലി, പൊളിറ്റിക്കലി ആൻഡ് ഇക്കണോമിക്കലി. അതായത് സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശങ്ങളും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകളും ഒക്കെ, അത് മാത്രമാണ് ഒരു ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇനിക്വാലിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ അസമത്വം നിലനിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സമൂഹം വളരെ യങ് ഏജിൽ തന്നെ ഈ ഒരു ഇനിക്വാലിറ്റി നോർമലൈസ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. She concludes by suggesting that we should raise children based on their abilities and interests instead of their gender. By changing our attitudes and expectations, we can create a fairer and more equal world. പിന്നെ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ കുട്ടികൾ വളർത്തുന്ന സമയത്ത് ഒരേ സമയം ആൺകുട്ടീനെയും പെൺകുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് അവരുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളർത്തരുത്. നമ്മൾ കുട്ടി ബോൺ ചെയ്യുന്നത് മുതലേ നമ്മളവിടെ എന്ത് തീരുമാനിക്കുകയാണ്, ജെൻഡർ, ലിംഗം തീരുമാനിക്കുന്നുണ്ട്. ഒരു ബേബി ഗേൾ ആണെങ്കിൽ നമ്മൾ പിങ്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്, പിങ്ക് ഐറ്റംസാണ് നമ്മൾ വാങ്ങുന്നത്. ബോയ് ആണെങ്കിൽ ബ്ലൂ ആണ് വാങ്ങുന്നത്. ഇവിടേക്ക് ഒരു ലിംഗാസമത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെയാണ് നമ്മൾ അവർക്ക് നൽകുന്ന ടോയ്സ് പോലും. അതായത് ഗേൾ ആണെങ്കിൽ നമ്മൾ കൂടുതലും കിച്ചൺ സെറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ നൽകുന്നത്. ബോയ് ആണെങ്കിൽ സൂപ്പർമാൻ, ഒരു പവർ കാണിക്കുന്ന തരത്തിലുള്ള ടോയ്സാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടീനെ വളർത്തുന്ന സമയത്ത്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ കഴിവിനനുസരിച്ചാണ് നമ്മൾ വളർത്തേണ്ടത്. അവരുടെ എബിലിറ്റീസ്, അവരുടെ കഴിവും അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങളും കണക്കിലാക്കിയിട്ട് വേണം അവരെ വളർത്താൻ. അല്ലാതെ നമ്മളൊരു ജെൻഡറിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ ഒരു ലിംഗം ഏതാണോ അതിനനുസരിച്ച് വളർത്തരുത്. By changing our attitudes and expectations, we can create a fairer and more equal world. നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും
സമൂഹത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു ജെൻഡർ റോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്ന് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് നമുക്കൊരു ഈക്വലായിട്ടുള്ള ഒരു ലോകത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു സമത്വം നിലനിൽക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണാൻ കഴിയും. In short, the essay is a strong call for gender equality, which encourages everyone, both men and women, to identify as feminists and work toward a society where people are free to be themselves without limitations imposed by gender stereotypes. അപ്പോൾ ഇത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതായത് എല്ലാവരെയും അടിച്ച് എൻകറേജ് ചെയ്യാണ്, ബോത്ത് മെൻ ആൻഡ് വുമൻ, സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ. അതായത് നിങ്ങൾ സ്വയം ഒരു ഫെമിനിസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ അതായത് ഒരു ജെൻഡർ സ്റ്റീരിയോടൈപ്സ് മീൻസ് സമൂഹം ഒരു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ എന്നുള്ളതിന് ഒരുപാട് എക്സ്പെക്റ്റേഷൻ റോൾസ് ഉണ്ട്. അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ജെൻഡർ ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. താങ്ക് യു.